ബി റജി, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫുമായുള്ള ബന്ധം അത് മുന്നണി സ്വഭാവത്തിലേക്ക് എത്തുന്നതിലെ തുടർച്ചയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ സംശയങ്ങൾ അടൂർ പ്രകാശിനോട് യു ഡി എഫ് കൺവീനറോട് ചോദിച്ചപ്പോൾ നേരത്തെ വി ഡി സതീശൻ പറഞ്ഞതിനെ ശരിവെക്കുന്ന, അതിനെ അനുധാവനം ചെയ്യുന്ന വാക്കുകളാണ് ഒരുപക്ഷെ അടൂർ പ്രകാശിൽ നിന്നും ഉണ്ടായത്. ഇവിടെ ഇനി സംശയം, നേരത്തെ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംഘടനയാണോ? അവരുടെ വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫിൻ്റെ സഹകരണം മതേതരത്വത്തിന് ഭൂഷണമാണോ? രണ്ട് ചോദ്യം. മതേതരത്വത്തിന് ഭൂഷണമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടികളുമായി മാത്രമാണ് യു ഡി എഫിന് ബന്ധമുള്ളത്. അതെ, അങ്ങനെയാണെങ്കിൽ ഇത് ക്ലാരിറ്റി നൽകി പോകൂ. പറയൂ. ഈ ജമാഅത്തെ ഇസ്ലാമി മതസംഘടനയാണോ? മതരാഷ്ട്രവാദം ഉണ്ടോ അവർക്കിപ്പോ? അവരുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്നും ജനാധിപത്യത്തിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് വെൽഫെയർ പാർട്ടി 2011 രൂപീകരിച്ചതെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 2011 ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മൗദൂദി ആശയത്തിൻ്റെ പ്രചാരണവുമായി ജമാഅത്തെ ഇസ്ലാമി പോയി. ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെയും ഇന്നത്തെയും സ്ഥാപകൻ മൗദൂദിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയം അന്നും ഇന്നും മൗദൂദിസമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനമായി വർത്തിക്കുന്നത് മൗദൂദിയുടെ അടിസ്ഥാന ഗ്രന്ഥമായ കുത്തുബാത്താണ്. ഇതിൽ മതരാഷ്ട്രവാദമാണ് പറയുന്നത്. നമസ്കാരം പോലും തോളോട് തോൾ ചേർന്ന് നിന്ന് നടത്തുന്നത് വീട്ടിൽ നമസ്കരിക്കാമല്ലോ. എന്തുകൊണ്ടാണ് തോളോട് തോളൊരുമി ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുന്നത്, അതായത് കൂട്ടമായി പ്രാർത്ഥിക്കുന്നത്, പള്ളിയിൽ ഒരു പ്രത്യേക ചിട്ട, അതുപോലും ഒരു രാഷ്ട്ര നിർമ്മാണത്തിലേക്കുള്ള പോക്കിൻ്റെ ഭാഗമാണ് എന്ന് നിരീക്ഷിച്ചെഴുതിയ മൗദൂദി എങ്ങനെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയാനാകും? അവർ വെൽഫെയർ പാർട്ടി രൂപീകരിച്ചത് കൊണ്ടോ? വ്യക്തമാക്കൂ കോൺഗ്രസേ. വ്യക്തമാക്കാം, ഒരു സെക്കൻഡ്. നോക്കൂ, 2011 വെൽഫെയർ പാർട്ടി, അതായത് ഇന്ത്യൻ ഭരണഘടനയോട് പ്രതിബദ്ധത പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ പാർട്ടിയായി ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. അങ്ങനെയാണെങ്കിൽ കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി പ്രത്യേകമായി നിൽക്കുന്നതിന് കശ്മീർ ജമാഅത്തെ മീൻസ് എന്താണ്, ജമാഅത്തെ ഇസ്ലാമി അൽ ഹിന്ദ് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ബാക്കിയുള്ള ഭാഗങ്ങളിലും കശ്മീരിൽ പ്രത്യേക ജമാഅത്തെ ഇസ്ലാമിയായി നിൽക്കുന്നുണ്ട്. എന്തിന്? ജമാഅത്തെ ഇസ്ലാമി അൽ പാക്കുണ്ട് അപ്പുറത്ത് പാകിസ്ഥാനിൽ. അപ്പോൾ കശ്മീരിനെ ഏതർത്ഥത്തിലാണ് അവർ സമീപിക്കുന്നത്? അപ്പോൾ വെൽഫെയർ പാർട്ടി രൂപീകരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം പോകുമോ?